In a world where hope often fades, there are moments when the impossible becomes reality. Moments when faith rises above fear. This is the incredible story of a man who faced death and encountered the power of God. From the brink of death to a living testimony. Welcome to the powerful story of Pastor P.A. Abraham, shared live from Sydney, Australia. ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാൻ വീണ്ടും ദൈവം നല്ലൊരു സന്ദർഭം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം അത് അനേക ദൈവമക്കൾക്ക് ആശ്വാസവും ബലവുമായി തീരും എന്ന് പ്രത്യാശിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദിനോട് ചേർന്ന് തൻ്റെ വാർദ്ധക്യ സമയത്ത് താൻ പ്രസ്താവിച്ച ഒരു വേദഭാഗത്തെ ആധാരമാക്കി ഞാൻ അല്പസമയം സംസാരിക്കുന്നു. 71 സങ്കീർത്തനം അതിലെ 7ഉം 8ഉം വാക്യങ്ങളെ ആധാരമാക്കി എൻ്റെ അനുഭവ സാക്ഷ്യം പ്രസ്താവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ആമേൻ. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കും. ദാവീദിന്റെ ജീവിത പ്രാരംഭം മുതൽ താൻ വൃദ്ധനായിരിക്കുന്ന സമയം വരെയും അനേക അത്ഭുതങ്ങൾ താൻ വിവരിച്ചിട്ടുണ്ട്. അതിനെ എല്ലാം ആസ്പദമാക്കിക്കൊണ്ട് ഈ അത്ഭുതങ്ങളുടെ എല്ലാം പിൻപിൽ ദൈവം തൻ്റെ ബലമായ സങ്കേതമെന്നുള്ള സാക്ഷ്യമാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ദൈവം ബലമായ സങ്കേതം. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവും തന്നെയും തൻ്റെ കുടുംബത്തെയും കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ദാവീദിന്റെ ബലമായ സങ്കേതം സിയോനായിരുന്നു. 8-ാം അധ്യായം 18-ാം വാക്യം. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും അടയാളമായിരിക്കുന്നു, അത്ഭുതവും അടയാളവുമായിരിക്കുന്നു എന്ന് താൻ പ്രസ്താവിക്കുന്നു. ഇപ്പോൾ ദാവീദ് ഒരടയാളമായി തീരത്തക്കവണ്ണം താനും തനിക്ക് ദൈവം തന്ന മക്കളും എന്ന് പറയുമ്പോൾ സിയോനിൽ അതിൻ്റെ അതിപ്രധാനമായ യെരുശലേമിൽ ആലയം പണിയുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു, ശലോമോൻ മുഖാന്തരം ചെയ്യുവാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ അതൊരു അടയാളമായി. ഞാനും ദൈവം തന്ന മക്കളും. എൻ്റെ ജീവിതത്തിലും ഒരു അടയാളമാണ് ഞാനും എൻ്റെ കുടുംബവും. എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ പ്രസ്താവിച്ചല്ലോ. 1980 ഭാര്യ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മൂത്ത മകൻ അറേബ്യൻ കടലിലെ ചുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ മകൻ ആ കാർ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ 4 പെൺകുഞ്ഞുങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളിൽ ഒത്തിരി അത്ഭുതകരമായ
രക്ഷ പ്രാപിച്ചവരാണ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രശംസയാകയാൽ ഞങ്ങളുടെ ജീവിതാനുഭവം പ്രസ്താവിപ്പാൻ, അത് ദൈവത്തിനൊരു സ്തുതി സ്തോത്രമായിരിക്കാൻ ഇടയാകട്ടെ. എൻ്റെ ജീവിതത്തിൽ അതിപ്രധാനമായ മറ്റൊരു സംഭവം 2015 ഞങ്ങൾ കർണാടകയിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് പോകുവാനുള്ള ഒരു ദൈവാലോചനയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലേക്ക് പോയി. ചില ദിവസങ്ങൾ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കവേ എൻ്റെ ഇടംകാലിൽ വേദന ആരംഭിച്ചു. നിലത്ത് വെക്കുവാനോ നടക്കുവാനോ കഴിയാത്ത രീതിയിൽ അധികം കഷ്ടമായി തീർന്നു. തുടർന്ന് അവിടുത്തെ പ്രവർത്തനത്തിൽ നിൽപ്പാൻ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ട് ഞങ്ങൾ മടങ്ങി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന കർണാടകയിലേക്ക് പോയി. അല്പനാളും വെസ്റ്റ് ബംഗാളിൽ പ്രവർത്തിച്ചെങ്കിലും വലിയ മീറ്റിങ്ങുകൾ, അത്ഭുതകരമായ പ്രവർത്തികൾ, രോഗസൗഖ്യം, ഏതാണ്ട് 30-ലധികം ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തുവാനുള്ള ഭാഗ്യവും അവിടെ വെച്ച് ലഭിച്ചു. എന്നാൽ ഈ കഠിനമായ വേദന നിമിത്തം ഞങ്ങൾ മടങ്ങി എത്തുകയും കാലിൻ്റെ അസ്ഥികൾ ദ്രവിക്കുന്നത് നിമിത്തം ബലഹീനമാകുകയും ചെയ്തയാൽ പെട്ടെന്ന് മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു വശത്തോട്ട് തിരിഞ്ഞ സമയത്ത് കാലിൻ്റെ ഇടുപ്പ് ഭാഗം ഒടികെ പെട്ടെന്ന് മംഗലാപുരത്തുള്ള ഫാദറിനുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും ചെയ്തു. താമസിയാതെ തന്നെ ഡോക്ടർ ജേക്കബ് ചാക്കോ എന്ന് പറയുന്ന ഓർത്തോ സർജൻ, അദ്ദേഹം ഹിപ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്തു, സൗഖ്യമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയട്ടെ, മക്കൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. മരുമകൻ ഒരു ഡോക്ടറായിരുന്നു. അവരെ അങ്ങോട്ട് ഞങ്ങളെ ക്ഷണിച്ചു. സർജറി കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറെ അടുക്കൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാരമില്ല, യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കർത്താവിനെ ആശ്രയിച്ച് അവിടുന്ന് റിപ്പോർട്ടെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോയി. ഓസ്ട്രേലിയയിൽ ചെന്നു. ചില ദിവസം കഴിഞ്ഞപ്പോൾ വയറ്റി വേദന ആരംഭിച്ചു. മോശനില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്കായി. എൻ്റെ മരുമകൻ ഒരു മെഡിക്കൽ ഒരു ഡോക്ടറായിരുന്നതിനാൽ മറ്റു വയറ്റിലെ ഗ്യാസോ മറ്റെന്ത് അസ്വസ്ഥതയാണെന്ന് വിചാരിച്ച് ചില ഗുളികകളൊക്കെ തന്നു. പക്ഷെങ്കിൽ എൻ്റെ ശരീരസ്ഥിതി നാൾക്ക് നാൾ ബലഹീനമാവുകയും ഭക്ഷണം കഴിപ്പാൻ നിവർത്തിയില്ലാത്ത രീതിയിൽ കഷ്ടത്തിലായിത്തീരുകയും ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ ഒരു മരുമകൻ്റെ മകളുടെ വീട്ടിലെ ഒരു ഫങ്ഷൻ നടക്കുകയും ആ സന്ദർഭത്തിൽ മരുമകൻ്റെ സ്നേഹിതനായിരിക്കുന്ന ഒരു ഡോക്ടർ ഓസ്ട്രേലിയയിലെ വലിയൊരു ഹോസ്പിറ്റലിലെ സർജനായിരുന്നു, മെയിൻ സർജനായിരുന്നു. അദ്ദേഹം അവിടെ വരികയും
അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പക്ഷെ എന്താണ് ശരീരത്തിലെ അസ്വസ്ഥത? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും കഴിക്കാൻ വയ്യ, വയറ്റിൽ വേദനയുണ്ട്. ആ സന്ദർഭത്തിൽ എൻ്റെ പെടലിക്കും എൻ്റെ കൺപോളയുടെ മുകളിലുമായിട്ടും ഒക്കെ ചില നോഡുകൾ കാണാൻ പ്രത്യക്ഷമായി. അദ്ദേഹം ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇത് വളരെ സംശയമായി ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണെന്ന് കണ്ടിട്ട് ആ പ്രിയപ്പെട്ട ഡോക്ടർ, അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നതിനാൽ ആത്മാർത്ഥമായ സ്നേഹം എൻ്റെ മരുമകനുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞു, അടുത്ത ദിവസം പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. സമയത്ത് അപ്പച്ചനെയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞു. കൊണ്ടുപോകാനാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി. തുടർന്നുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ടവള് അല്പമായി പറയും. പപ്പ പറഞ്ഞല്ലോ പപ്പയുടെ രോഗത്തിൻ്റെ ലക്ഷണവും വിവരമൊക്കെ. അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വയറ്റിലെ പ്രയാസങ്ങളും വയറുവേദനയും ആഹാരമില്ല വേണ്ടായ്മയും പിന്നെ മോഷൻ ഡയറ്റ് ഇതൊക്കെ കണ്ടപ്പം മരുമോന് നല്ല സംശയമുണ്ടായിരുന്നു. ഏതായാലും ഡോക്ടർ സൽവാൻ, അദ്ദേഹത്തിൻ്റെ പേര് സൽവാൻ, ഒരു മനുഷ്യനാണ്. അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷമാണ് ഒരു തീരുമാനത്തിലെത്തിയത്. മോളോട് പറഞ്ഞു, ജോയ്സ് നാളെ ലീവ് എടുക്കണം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. പോയി ചെക്കപ്പ് ചെയ്തു. ഏർലി മോർണിംഗ് പോയി. അന്ന് വാസ്തവത്തിൽ അദ്ദേഹത്തിന് അനേക സർജറി നടത്തേണ്ട ദിവസമായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ എത്ര റഷായിരുന്നെന്ന് വെച്ചാൽ പപ്പയുടെ കാര്യത്തിന് വേണ്ടി അവർ വളരെ മുൻകൈ എടുത്തു. എല്ലാ ചെക്കപ്പും വിതിൻ 3 o'clock ഐ തിങ്ക് എല്ലാ ചെക്കപ്പും കഴിഞ്ഞു. ക്യാൻസർ ആണെന്ന് തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. അതുവരെ എന്നെ കൊണ്ടുപോയില്ല, ഞാൻ വീട്ടിലുണ്ട്, ഞാൻ വിവരമൊന്നും അറിയുന്നില്ല. ഒരു 3:30 മണി കഴിഞ്ഞപ്പോഴും കാനഡയിലുള്ള എൻ്റെ മോൻ എന്നെ വിളിച്ചു പറഞ്ഞു, മമ്മി പപ്പയുടെ വിവരം വല്ലതും അറിഞ്ഞോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ചില കാര്യങ്ങളൊക്കെ ഒരു 5 മണിയായപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു, പപ്പായിക്ക് ക്യാൻസർ ആണെന്നാണ് അറിഞ്ഞപ്പെട്ടത്, വിഷമിക്കാനല്ല, ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക വേണ്ടെന്ന് പറഞ്ഞു. അത് അത്രയുമായി. അങ്ങനെ പുള്ളിയെ അന്ന് തന്നെ രോഗം ഇന്നതാണെന്ന് അറിഞ്ഞു. പെട്ടെന്ന് അടുത്തുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് നീക്കുകയാണ്. ഇവരുടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് നീക്കി. ഫർദർ എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. ഞങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് കടന്നു പോകുമ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ട്രാവലിംഗ് ഇൻഷുറൻസ് ഞങ്ങളുടെ സണ്ണിൽ എടുത്തിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. നല്ല ഒരു ഇത് തന്നെ എടുത്തിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നു, കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയപ്പോൾ സർജറി അടുത്ത ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഓസ്ട്രേലിയയിലെ തീരുമാനത്തിന് സാധാരണ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ അതിന് ചിലവാകും എന്നുള്ളതായിരിക്കുന്ന വിവരമാണ് അറിഞ്ഞത്. അവിടെ ചില ദിവസങ്ങൾ താമസിച്ചു. ഫർദർ ചെക്കപ്പുകളെ കാര്യങ്ങളെല്ലാം നടന്നു. അതിനുശേഷം ഇവരാലോചിച്ചപ്പോൾ വലിയൊരു തുക വേണമെന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ എന്തോ ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ കൺഫ്യൂഷനിലായി. അത്രയും ഞങ്ങൾ അവിടെ വിസിറ്റേഴ്സാണല്ലോ, ഞങ്ങൾക്ക് അവിടെ ഇൻഷുറൻസ് ഇല്ല, ജോലി ചെയ്തിട്ടില്ല, പല പ്രശ്നങ്ങളുടെ മുഖത്ത് അവിടെ ട്രീറ്റ്മെൻറ്റ് മുൻപോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായി തീർന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി കോൺഫറൻസ് ഹാളിൽ വന്ന് എല്ലാവരും തീരുമാനമെടുത്തു, സർജറി വേണമോ വേണ്ടായോ. അപ്പോഴേക്കും പപ്പയുടെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ട് വരികയാണ്. ആക്ച്വലി പപ്പയുടെ ട്രീറ്റ്മെൻറ്റിന് പപ്പയുടെ ഇൻവെസ്റ്റിഗേഷൻ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ലിംഫോമ, അതിൽ തന്നെ ഒരു നോൺ ഹോഡ്ജിങ് ഒരു സ്റ്റേജ് 4 അന്ന് 72 വയസ്സ് കഴിഞ്ഞ മനുഷ്യന്. ആളങ്ങ് ദിവസം ക്ഷീണിച്ചു. വല്ലാതെ ഒരു കീമോ ഒക്കെ കൊടുക്കണമെങ്കിൽ അതിനുള്ള ശക്തി ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഈ സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പെർസെൻറ്റേജ് ഹോപ്പ് പോലും ഇല്ല. ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്താലും പ്രയോജനമാകുമെന്ന് ഡോക്ടർക്ക് ചിന്തയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. പെട്ടെന്ന് ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാകും. അതങ്ങ് പെട്ടെന്ന് ഇൻക്രീസ് ആയിക്കൊണ്ടാണ് ഇരുന്നത്. കുറച്ച് ദിവസങ്ങളായപ്പോഴേക്കിനും
അവസ്ഥ വളരെയായി. ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച് എന്ത് ചെയ്യണം. തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള നിവൃത്തിയിൽ ഒരു 6 മാസം പോലും ഇനി ലൈഫ് എക്സ്റ്റെൻഡ് ആകുമെന്ന് ഡോക്ടർക്ക് പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലെത്തി. കുഞ്ഞുങ്ങളെത്തി, വലിയ പ്രശ്നങ്ങളായി കഴിഞ്ഞ് എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എന്തോ ചെയ്യണം. ഇത്രയും വലിയ തുക ഇവിടെ ഉണ്ടാകാൻ പ്രയാസമാണല്ലോ, നാട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ അങ്ങനെയുള്ളതായിരിക്കും തീരുമാനമൊക്കെ വന്നു. പക്ഷെങ്കിൽ യാത്ര ചെയ്യാനുള്ള ആരോഗ്യം തനിക്കില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു. ഏതായാലും ഇവിടെ തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ അന്ന് തീരുമാനിച്ചു. അതിനിടയ്ക്ക് ഞാനൊരു പ്രത്യേക കാര്യം ഓർക്കുകയായിരുന്നു. എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ബ്രദർ ടിമ്മി, നല്ല ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഒരു ചർച്ചൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പലപ്പോഴും ആ ചർച്ചിൽ പോവുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളവിടെ താമസിക്കുന്നതിന് മുമ്പ് പോയിട്ടുള്ളപ്പോൾ ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഒരു കൂട്ടായ്മ ബ്രദർ മനോജിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ട്. അതിനകത്ത് എല്ലാ ആഴ്ചയിലും വചന ശുശ്രൂഷിക്ക് സജീവമായിട്ട് നമ്മുടെ ചർച്ച എന്നുള്ള വണ്ണം ഞങ്ങൾ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിശ്വാസികളെല്ലാവരും കടന്നു വന്നു. ടിമ്മി ബ്രദർ മുൻകൈ എടുത്തു. അപ്പച്ചനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അങ്ങനെ പോകാനുള്ള ആരോഗ്യമില്ല, സൗകര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു നല്ല സ്ട്രോങ് തീരുമാനമെടുത്തു. അപ്പോൾ തന്നെ അത് എങ്ങനെ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷനായിരുന്നു. നമുക്ക് അതിനുള്ള പ്രോഗ്രാം അതിനുള്ള പോംവഴി എന്തെങ്കിലും കണ്ടെത്താം എന്ന് അദ്ദേഹം പറഞ്ഞാലും കുഞ്ഞുങ്ങളും എല്ലാവരും വന്ന് എന്തായാലും അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അതിനുള്ളിൽ ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു. ഇൻഷുറൻസ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ള യാതൊരു സാധ്യത അവിടെ ഇല്ലല്ലോ. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇത് നടക്കത്തുമില്ല. അതിനിടയ്ക്ക് ദൈവം ചെയ്തൊരു പ്രത്യേക പ്ലാൻ ഞാൻ ഓർക്കുകയായിരുന്നു. കാലിൻ്റെ സർജറി, ഹിപ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പം അവിടെ ഞങ്ങളിങ്ങോട്ട് പോരാൻ നേരത്തെ എല്ലാ റിപ്പോർട്ടും വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. ഓസ്ട്രേലിയക്ക് വരുമ്പോൾ മരുമോൻ പ്രത്യേകം ഓർപ്പിച്ചിരുന്നു റിപ്പോർട്ടെല്ലാം കൊണ്ടുവരണം. അദ്ദേഹം നന്നായി റിപ്പോർട്ടൊക്കെ എഴുതി തന്നു. ആ റിപ്പോർട്ടിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് വലിയ അത്ഭുതം. പുള്ളിക്ക് ക്യാൻസർ സംബന്ധമായിരിക്കുന്ന യാതൊരു പ്രോബ്ലവും, അതിൻ്റെ ഒരു സെല്ല് അങ്ങനെയുള്ള ഒന്നും തൻ്റെ ശരീരത്തിലില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിലെഴുതിയിരുന്നു. നമ്മളത് അന്ന് നോട്ട് ചെയ്തില്ല. അവിടെ വന്ന് ഞങ്ങൾ ഓപ്പറേഷൻ കാലിൻ്റെ ഹിപ്പ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോകുന്നത്. അവിടെ ചെന്നുടനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മരുമാൻ പറഞ്ഞു, പപ്പ ഇവിടെ വരെ വന്നല്ലോ, നമുക്കൊരു GP ഒരു ജനറൽ പ്രാക്ടീഷനെ കാണിക്കാമല്ലോ, ഒന്ന് നോക്കാമല്ലോ എന്നും പറഞ്ഞു. 1.5 മാസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ടെസ്റ്റൊക്കെ ചെയ്തു, എല്ലാം ഒന്ന് നോക്കി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ അവർ റിപ്പോർട്ട് തന്നപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക കാര്യം, അവരതിനകത്ത് ഒരു വേർഡ് എഴുതിയിരുന്നു, ഇദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണങ്ങളും തൻ്റെ ബോഡിയിൽ ഇല്ലെന്ന്. അത് ഈ 2 റിപ്പോർട്ടും ആക്ച്വലി പറഞ്ഞാൽ അത് എഴുതേണ്ട ആവശ്യമൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. എനിവേ ഞങ്ങൾ ഈ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഇപ്പം ഞങ്ങളുടെ മരുമോനെ പപ്പായ്ക്ക് ഇൻഷുറൻസ് ട്രാവലിങ്ങിൻ്റെ മാത്രമാണ് ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ഉള്ളതായിരിക്കുന്ന രീതിയിൽ ഒരു സാധാരണ ഒരു നല്ല ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിൽ താൻ വളരെ പരിശ്രമിച്ചെങ്കിലും ഞങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിക്കാർ അത് റിജക്റ്റ് ചെയ്തു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മോറോവർ പപ്പ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ വ്യക്തിയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രാജൻ ഇതെല്ലാം റിപ്പോർട്ടൊക്കെ നോക്കിയപ്പോൾ, അവിടെയും പോയി നോക്കിയപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടുത്തെ റിപ്പോർട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്ത് നോക്കി. ഈ 2 റിപ്പോർട്ട് നോക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതുണ്ട്. ഇത് കൊണ്ടുവന്ന് അവരെ കാണിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല. മേ ബി നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന് ഈ ഓരോ വിതിൻ മാസങ്ങൾക്കുള്ളിൽ പുള്ളിക്കാരനെ ഇങ്ങനെ ഒരു ക്യാൻസർ സ്റ്റേജ് 4 എത്തിച്ചേരത്തില്ല. അതൊരു സ്ട്രോങ് എവിഡൻസ് ആയിട്ടാണ് അവർ കണ്ടത്. എത്തിച്ചേരാൻ സാധ്യതയില്ല, നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇവിടെ വന്നതാണെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ വല്ല റിപ്പോർട്ടുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അന്നേരം ഓർമ്മയൊന്നും വന്നില്ലെങ്കിലും അടുത്ത ദിവസം തന്നെ ഇവിടെ GP കൊണ്ട് കാണിച്ചതും അദ്ദേഹം തന്ന റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു വേർഡ് ഇങ്ങനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കാണിച്ചപ്പോൾ അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ ഞങ്ങൾ വളരെയേറെ ഭാരപ്പെട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിലാണ് ആ ഡോക്ടറെ, ഡൺലപ്പ് എന്ന് പറയുന്ന കർത്താവ്, ആ ഡോക്ടർ പറഞ്ഞു, ഇൻഷുറൻസ് കമ്പനിക്കാരുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് സംസാരിക്കണം എന്ന്. ഞാൻ വളരെ സീരിയസ് സ്ഥിതിയിലിരിക്കുന്ന പരിതസ്ഥിതിയിലാണ് ഇൻഷുറൻസ് കമ്പനിയിൽ ഉള്ള അതിൻ്റെ ഡയറക്ടറുമായി സംസാരിക്കുകയും ഒരു വാക്ക് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ
അദ്ദേഹം ഞങ്ങൾക്ക് ഇൻഷുറൻസ് അനുവദിച്ച് വരികയും ചെയ്തു. ദൈവം എത്ര അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടി, ലഭിച്ചു. പെട്ടെന്ന് തന്നെ അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഫാമിലി എല്ലാം കൂടെ തീരുമാനിച്ചു പപ്പയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. നമ്മൾ ട്രീറ്റ്മെൻറ്റിന് മുൻകൈ എടുത്തു. തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അന്വേഷിച്ചു. കുഞ്ഞുങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന്, കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വന്നു ചേർന്നു. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് വീട്ടിലൊരു പ്രാർത്ഥന നടത്തി ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. കീമോ ആരംഭിച്ചു. അവരാദ്യമേ കണ്ടതിന് ശേഷം പറഞ്ഞത് 8 കീമോയാണ് പറഞ്ഞിരുന്നത്. 8 കീമോ. അങ്ങനെ കീമോയ്ക്കുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളോട് ഈ കാര്യത്തിന് ഇൻഷുറൻസ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു ബ്രദർ ജിമ്മി ബ്രദർ. ഒരിക്കലും തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ആലിസ്, അവരുടെ സപ്പോർട്ട് എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് ഭയങ്കര ബലമായിരുന്നു. അതുമാത്രമല്ല, ഈ കീമോ ആരംഭിച്ച സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു സഭ ഞങ്ങൾ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ബ്രദർ മനോജ് ആൻഡ് സിനു അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന, അവിടെ കുറേ സഹോദരന്മാർ പലരും കൂടിയുള്ള അനേക സഹോദരന്മാർ കൂടി ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട്. അതല്ല, അതിന് മുമ്പൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ സഹകരിച്ചുകൊണ്ടിരുന്ന പല സഭകൾ അവിടെ ഉണ്ട്. അവിടെ അവരെല്ലാവരും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഈ മനോജിൻ്റെ സഭയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പൈസയ്ക്ക് ആരോടും ഒന്നും ചോദിച്ചില്ല. അങ്ങനെ ഒരു വ്യക്തിയോട് പോലും ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ആദ്യമായി ബ്രദർ മത്തായി ഒരു സഹായം കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ചു. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ളവരുടെ പേരൊക്കെ മെൻഷൻ ചെയ്യുന്നത്, ദൈവം അവരെയൊക്കെ ഉപയോഗിച്ചു. അതൊക്കെ വിസ്മരിക്കാവുന്ന സംഗതിയല്ല. അതിനെ തുടർന്ന് പല ദൈവമക്കളും, മനോജ് ആൻഡ് സിനു, പിന്നെ സന്തോഷ് ആൻഡ് മേഴ്സി, ആ ഫാമിലി കണ്ടാണ്, ബിജു ആൻഡ് സ്മിത, അതുപോലെ തന്നെ ബോബനും സ്റ്റീഫിയോ വൈഫും, പിന്നെ അനേകരെ ആ സഭയിൽ പിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെയൊക്കെയും പല വിധത്തിലാണ്. ഫൈനാൻഷ്യൽ മാത്രമല്ല, ഹല്ലേലൂയ, എല്ലാ വിധത്തിലും ഇമോഷണലി, പ്രാർത്ഥനയിൽ, സ്പിരിച്വലായിട്ടൊക്കെ ഞങ്ങളെ ബലപ്പെടുത്തി ഒത്തിരി പേരുണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ലോകത്തിലുള്ള അനേക ദൈവമക്കളെ ഞങ്ങൾ ശുശ്രൂഷിച്ചിരുന്ന മംഗലാപുരത്തെ സഭ, ഇന്ത്യയിലെ പല സഭകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫാമിലികൾ എന്തുമാത്രം ഞങ്ങളെ പ്രാർത്ഥനയിലും ഇമോഷണലിയും ഒക്കെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് വർണ്ണനീയമാണ്. ഞങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, ആ സമയത്ത് അവരുടെ പേര് ഞാൻ ഓർക്കുകയായിരുന്നു, ബേബിച്ചൻ, KC ബേബി. അവരുടെ ഫാമിലി നിന്ന് ആ സമയത്ത് അവർ ന്യൂയോർക്കിൽ സെറ്റിൽഡാണ്. എങ്ങനെയോ ഈ വിവരം അറിഞ്ഞ് അവരുടെ മക്കൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും, പ്രിൻസ്, ബിനു, സാമെ, അവരൊക്കെ വിളിച്ച് ഞങ്ങളോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ ദിവസങ്ങളിൽ ആ പ്രാർത്ഥനാ സപ്പോർട്ട്, ഇമോഷണലി സപ്പോർട്ട് ഞങ്ങൾ ഒരുപാട് ബലപ്പെടുത്തിയതാണ്. ദൈവത്തിന് മഹത്വമുണ്ട്. അതുമാത്രമല്ല, ഈ കാനഡയിൽ നിന്ന് ഒരു ചില പ്രിയപ്പെട്ടവർ, അവരുടെ പേര് ആൽബർട്ട് ആൻഡ് ഡോർലിൻ, അവർ ഇന്നും കാനഡയിലുണ്ട്. അദ്ദേഹത്തിന് ഒരു ദൈവത്തിൻ്റെ ഒരു ആലോചന ലഭിച്ചു. ആ വ്യക്തി ഒരു ദിവസം ഞങ്ങളെ വിളിച്ചു, പാസ്റ്ററോട് സംസാരിച്ചു. ഒരു പ്രവചനം എന്നൊന്ന് അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർക്ക് സൗഖ്യമാകും, പാസ്റ്റർക്ക് നല്ല ശുശ്രൂഷയുണ്ട്, തുടർന്ന് വിവിധ രാജ്യങ്ങളിലെ ശുശ്രൂഷയ്ക്ക് കർത്താവ് വായിക്കും. അങ്ങനെ അവർ ഞങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മൈക്കിൾ ഹിമാൻ, അദ്ദേഹം, ഇങ്ങനെ ചില വ്യക്തികളൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഓർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അനേകർ പ്രിയപ്പെട്ടവരും സഹോദരങ്ങളും എല്ലാം ഞങ്ങളെ സഹായിച്ചു. സ്തോത്രം. ദൈവം എത്ര അത്ഭുതവാനാണ്. ഇൻഷുറൻസ് ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ 2 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇത് ദൈവത്താൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം തന്നെ. ഇത് യഹോവയാൽ സംഭവിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. തുടർന്നുള്ള ഭാഗങ്ങൾ ഇതൊക്കെ ഞാൻ ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഏതാണ്ട് 1 കോടിക്ക് അടുത്തതായ ചെലവുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഇൻഷുറൻസ് അനുവദിച്ചത് കൊണ്ട് അതിലൊക്കെയും 80% ദൈവത്തിൻ്റെ കൃപയാൽ ഇൻഷുറൻസ് മുഖാന്തരം അനുവദിച്ചു. ബാക്കി ഒരു 20% വിവിധമായ രീതിയിൽ ലഭിച്ചു. അങ്ങനെ കർത്താവിൻ്റെ കരുണയാൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിപ്പാനിടയായി. എന്നാൽ സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് പ്രസ്താവിച്ചില്ലല്ലോ. 3ാമത്തെ സർജൻ കഴിഞ്ഞപ്പോൾ, അല്ല, കീമോ കഴിഞ്ഞപ്പോൾ, കീമോയുടെ സമയത്ത് ഭയങ്കരമായ ഗാഢമായ ഉറക്കമുണ്ടായി. ഉറക്കത്തിൽ ഒരു വലിയ ദർശനം എനിക്കുണ്ടായി. എൻ്റെ ശരീരം മുഴുവൻ പുളിച്ച മാവ്, അരിമാവ് പുളിച്ച
അവസ്ഥയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച. അതിനകത്ത് കൃമികൾ ഞൊളയ്ക്കുന്നതായിട്ട് നൃത്തം ചെയ്യുന്ന കാഴ്ചകൾ യോബിന്റെ പുസ്തകത്തിലുണ്ടല്ലോ. യോബിന്റെ കഠിനമായ ശോധനയിൽ പുഴുക്കൾ നൃത്തം ചെയ്യുന്നുവെന്ന്. ആ പരിതസ്ഥിതിയിലേക്കായി തീർന്ന ഒരു ദർശനമാണ് കാണുന്നത്. ആ സന്ദർഭത്തിൽ എൻ്റെ ദൈവത്തിങ്കിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി, മകനെ, നിനക്ക് എന്താണ് ആവശ്യം? ആ ഉറക്കത്തിൽ, ആ ഗാഠനിദ്രയിൽ, ആ ദർശന സമയത്ത് ഞാൻ പറഞ്ഞതായ വചനം ഇതാണ്: റബ്ബുനി, എനിക്ക് പ്രകാശം വേണം. ലോകത്തിൻ്റെ ആ നിമിഷങ്ങൾ അന്ധകാരത്താൽ നിറയപ്പെട്ടിരുന്നതായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കരുണയുണ്ടായിരുന്നത് കൊണ്ട്, എനിക്ക് ഗാഠനിദ്ര തന്നതുകൊണ്ട് അത് ഞാൻ അറിഞ്ഞില്ല. ഹീമോയുടെ ആ ഭയങ്കരത. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ചില ദൂതന്മാരിറങ്ങി, മിന്നുന്ന വാളുകളുമായി ഇറങ്ങി എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ പുളിച്ച മാവ്, ആ നൃത്തം ചെയ്യുന്ന പുഴുക്കൾ നിറഞ്ഞ ആ ഭയങ്കരമായിരിക്കുന്ന രോഗം പൂർണ്ണമായി വെട്ടി നീക്കുന്നതായി കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് ശരീരത്തിൽ വലിയ ആശ്വാസമുണ്ടായി. അടുത്ത ദിവസം ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ കർത്താവ്, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി. അദ്ദേഹം ദൈവവിശ്വാസിയൊന്നും അല്ലായിരുന്നത് കൊണ്ട് അദ്ദേഹം ചിരിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നു, ഞാൻ ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ അതുവരെ കാണാത്ത ഒരതിശയമായ അനുഭവമാണ് നിങ്ങളുടെ മുഖത്ത് കാണുന്നത്. എൻ്റെ വാക്കുകളും എൻ്റെ അപ്പോഴത്തെ അനുഭവവും അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് അടുത്ത് തന്നെ പെറ്റ് സ്കാൻ എടുക്കാനായിട്ടുള്ള തീരുമാനം. ശരീരത്തിന് ഇനിയും ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. അങ്ങനെ പെറ്റ് സ്കാൻ എടുത്തപ്പോൾ എൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ യാതൊരു സെല്ലുമില്ല എന്ന് കാണുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൈ കുറിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതോളം ചെവി മന്ദമായിട്ടില്ല. അവൻ തൻ്റെ ഭക്തന്മാരെ അറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യത്തെ ആധാരമായി പ്രസ്താവിച്ചത്. ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ്. ഇന്ന് 7 വർഷം കഴിഞ്ഞു. പല പ്രാവശ്യം ഓൺകോളജിസ്റ്റിനെ കണ്ട് ടെസ്റ്റ് ഇപ്പോഴും ഒക്കെ അതിൻ്റെതായ യാതൊരു കാര്യങ്ങളും ഇല്ലാതെ ഒരു ടാബ്ലറ്റ് പോലും ഉപയോഗിക്കേണ്ടതായി വരാതെ വണ്ണം ഇന്നയോളം ദൈവം കാത്തു പരിപാലിക്കുന്നു. അതുമാത്രമല്ല, എൻ്റെ യൗവനത്തിൽ ഞാൻ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്തതുപോലെ ഇന്നും കർത്താവിൻ്റെ വചന ശുശ്രൂഷയിലും ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. അത് വളരെ ദർശനത്തോടെ ദൈവിക ആലോചനകൾ പ്രസ്താവിക്കുവാൻ ദൈവം അവസരം നൽകുന്നു. ഓസ്ട്രേലിയയിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ മക്കളോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ പുറപ്പെടും. അവിടെയൊക്കെ ചെന്ന് പാർക്കുമ്പോൾ അവിടെയുള്ള സഭകളിലൊക്കെ ദൈവം ഞങ്ങളെ വിവിധമായ രീതിയിൽ ഉപയോഗിപ്പാൻ ഇടയായിത്തീരുന്നു. അതുമാത്രമല്ല, നല്ല നല്ല പ്രെയർ ലൈനുകളിൽ ദൈവ ശുശ്രൂഷ ചെയ്യുവാനും ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവ അവസരങ്ങൾ ഒരുക്കി തരുന്നു. ഈ ശക്തനായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രശംസ, ഞങ്ങളുടെ പ്രത്യാശ ബലമായ ദൈവത്തിനാണ്. ദാവീദ് സിയോൻ പർവ്വതത്തിൽ
തന്റെ ആശ്രയമായി താനും തന്റെ കുടുംബവും വെച്ചതിനാൽ ഒരു അത്ഭുതമായി തന്നെയും തന്റെ കുടുംബത്തെ ഒരു അത്ഭുതമായി കണ്ടതുപോലെ ഞാൻ ആശ്രയം വെച്ചിരിക്കുന്ന നസ്രയനായ യേശു 2000 വർഷങ്ങൾക്കപ്പുറത്ത് കാൽവറി ക്രൂശിന്മേൽ യാഗമായി തീർന്ന രക്ഷകൻ, സഭയുടെ മൂലക്കല്ലായ യേശു എൻ്റെ ആശ്രയമായി, ആശ്രയദുർഗമായി എപ്പോഴും പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ജീവിക്കുന്നു. ആ യേശുവിൽ മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശംസ. എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം ഒത്തിരിയായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്തു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പിതാവിൻ്റെ ദൈവം, ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തലമുറകളെ ദൈവം തന്നു. എൻ്റെ മുന്നോട്ടുള്ള പ്രത്യാശ അത് മാത്രമാണ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ മറ്റൊന്നും പ്രശംസിക്കാനൊന്നുമില്ല. അവരെയൊക്കെയും ദൈവം ഉപയോഗിക്കട്ടെ. ഈ അനുഭവ സാക്ഷ്യം വചനം ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് അത് ബലമായി തീരട്ടെ എന്നുള്ള ആശംസയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. What you've witnessed is not just a story, it's a testimony. The same God still heals, still delivers, and still works miracles today. Stay connected, your miracle could be next.